السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد النبي الأمي حبيب الله القدر العظيم الجاه وعلى آله وصحبه وسلم تسليما قدر الله الذات في كل وقت مهين. أما بعد، بسم الله الرحمن الرحيم. والعاقبة للمتقين. صدق الله المولانا العظيم. من سلك طريقا يلتمس فيه علما سهل الله له طريقا إلى الجنة. صدق رسول الله صلى الله عليه وسلم. ഏറ്റവും ബഹുമാനമുള്ള മുഅ്മിനുകളെ മുഅ്മിനാത്തുകളെ, അവസാന വിജയം തഖ്വാകാർക്ക് മാത്രം. ആറ് തഖ്വാകാർ? തഖ്വ ചെഞ്ഞാറ് വമാ ആതാകും റസൂലു ഫഖുദൂഹു വമാ നഹാകും അൻഹു ഫന്തഹു. അങ്ങനെ തഖ്വാകാർ അള്ളാഹുടെ എന്തെല്ലാം കൽപ്പിച്ച, അള്ളാഹു റസൂലുടെ എന്തെല്ലാം ചെന്ന് അതിനെ ഫാലോ ആക്കണം. ചിന്തികൾ ആദേശാക്കിയതെല്ലാം പാലന ആക്കണം. ആജ്ഞ ആക്കിയതെല്ലാം അള്ളാഹുടെ ആജ്ഞ. അള്ളാഹ് വിരോധിച്ച് നിന്നിട്ടോ ദൂരത്തായി ജീവിക്കണം. അതാണ് തഖ്വ. അങ്ങനെ ചാച്ചുതപ്പാട് തഖ്വ ഇല്ലെങ്കിൽ തഖ്വ ഇന്ന മനുഷ്യന്മാർ മാത്രം വിജയിക്കണം. അപ്പം തഖ്വക്ക് എന്തും വേണു? ദീനിയായാലും ഇൽമുൻ നാഫിയ വേണം. അതുകൊണ്ട് അള്ളാഹു ചെന്ന് മൻ സലക തരീഖൻ യൽതമിസു ഫീഹി ഇൽമൻ സഹലല്ലാഹു ലഹു തരീഖൻ ഇലൽ ജന്ന. ആറാട് ഇൽമ പഠിക്കണം, തെരുവിൽ പ്രവേശിച്ച് അവന് സ്വർഗത്തിൽ തെറ അള്ള സ്വർഗാക്കട ചിന്നേരത്തെ എന്തോ ദീനി ഇൽമ പഠിച്ച പോലും അള്ളാഹുടെ പേടിയാറാണ്. 24 ഗಂಟೆ എല്ലാ പോക്കും വാക്കും നിർത്തും എല്ലാം അള്ളാഹുടെ ആദേശപ്രകാരം നിഷേധബദ്ധമായിട്ട് ജീവിക്കുകയാണ്. പിന്നെ ധർമ്മബദ്ധ ജീവിതം, 24 ധർമ്മബദ്ധ ജീവിതം. അള്ളാഹു അനിഷ്ടമായത് പറയാത്ത പോലെ കൈവിട പരമാവധി ജാഗ്രതക്കുള്ള വലിയ മഹാഭാഗ്യം ഉണ്ടാവും. അപ്പം എന്തെങ്കിൽ ആ ഭാഗ്യം ഉണ്ടായിട്ടില്ലേ നിങ്ങളെല്ലാം ഓരോ പ്രവൃത്തിയും അള്ളാഹുടെ മുകളിൽ കൂലി കിട്ടാണ്. ഇല്ലെങ്കിൽ കഠിന ശിക്ഷക്ക് ഈടാവണം. അതുകൊണ്ട് അള്ളാഹുമായി നിക്കട്ടാവണം. 40 അള്ളാഹുടെ തൃപ്തി സമ്പാദന, അള്ളാഹുടെ റിളാഹ് അത് സമ്പാദനക്കുള്ള എല്ലാ പ്രവർത്തിയിൽ ഞങ്ങൾ എന്താണ് മുങ്ങണം. എന്തെങ്കിലേ ഞങ്ങളെ പ്രവർത്തി നശിക്കണം. അത് എന്ത് വേണം? ഇഖ്ലാസ് വേണം. ഇഖ്ലാസ് തന്നെ അള്ളാഹുവായിട്ട് മാത്രം, അള്ളാഹുടെ പുറത്തുമായിട്ട് മാത്രം ഞങ്ങൾക്കടെ എല്ലാ സൽക്രമങ്ങളെല്ലാം. അതെങ്കാലും ഇഖ്ലാസ് ഇല്ലാണ്ട് ഉഹുദ് കൂട്ടിടത്ര ഇന്നിട്ടും സത്കർമ്മം എന്നിട്ടും പ്രയോജനമില്ല. അപ്പോൾ അള്ളാഹുടെ സ്മരണയോട് കൂടി ആക്കടെ എല്ലാ പ്രവൃത്തിയും ഇഖ്ലാസ് ഉണ്ടെങ്കിൽ അതെല്ലാം എന്താണ്? ഇഖ്ലാസ് ഫർളത് അതുണ്ടെങ്കിൽ എല്ലാം സ്വീകാര്യോഗ്യമാണ്. ഇല്ലാണ്ടേ എല്ലാം അള്ളാഹു തള്ളപ്പെടാത്ത ഒന്നുണ്ട്. സ്വലാത്ത്, അത് അള്ളാഹുൻ്റെ സ്വലജുള്ള സ്വലാത്ത്, അതൊന്നും തള്ളപ്പെടില്ല. അത് ഇഖ്ലാസ് വേണ്ട, അതൊക്കെ ആത്മാർത്ഥത വേണ്ട, അതൊക്കെ നിഷ്കളങ്കത വേണ്ട, നീയത്ത് വേണ്ട. അതുപോലെ അത് അപ്പോൾ അള്ളാഹു ആക്കി സത്കർമ്മമെല്ലാം അള്ളാഹു സ്വീകരിക്കണം. ഇഖ്ലാസ് ഫർള്. അള്ളാഹു ആയിട്ട് ഇഖ്ലാസോടുകൂടി ഇബാദത്താക്കിയതെങ്കിൽ മാത്രം ഇബാദത്താക്കൂ അള്ളാഹുടെ നിയമം. അതുകൊണ്ട് അള്ളാഹു ചെന്നു മൻ സലക തരീഖൻ യൽതമിസു ഫീഹി ഇൽമൻ സഹലല്ലാഹു ലഹു തരീഖൻ ഇലൽ ജന്ന. അള്ളാഹുടെ ദീനിയായ ഇൽമു പഠിക്കട തെറിൽ ആറാട്ട് പ്രവേശിച്ചിട്ടെങ്കിൽ അവന് സ്വർഗത്തിൽ തെറ അള്ള എളുപ്പാക്കട, ഭയങ്കര സുലഭാക്കട. ചെന്നെങ്കിൽ ദീനിയായ ഇൽമു പഠിച്ച പോലെ അമൽ ചെയ്യുള്ള ഭാഗ്യം ഉണ്ടാവണം. ആ ഭാഗ്യം ഉണ്ടായിട്ടെങ്കിൽ എന്താവണം? സ്വർഗത്തിൽ തെറു മുട്ടാവണം. സ്വർഗം മുട്ടാവണം അർത്ഥം. സ്വർഗത്തിൽ മുട്ടാവണം ചെന്നാൽ അള്ളാഹുടെ റിളാഹ് കിട്ടേണ്ട അർത്ഥം. അപ്പോൾ എല്ലാം ഞങ്ങൾ സത്കർമ്മം എന്താവണു? ഞങ്ങളോ അതാറ് മനുഷ്യന്മാർ പുകലകായിട്ടാ പ്രതിഷ്ഠകായിട്ടാ ആവത്തില്ല. ഞങ്ങളാറ് പുകലെത്തിക്കും ഞങ്ങൾ കണക്ക് അത്രയും ഒരേ ലെവലിൽ എന്ത് പൊങ്ങയുടെ വിഷയമേ ഇല്ല. ഞങ്ങളാറ് തികലെത്തിക്കും, ഞങ്ങളാറ് ദൂരത്തെങ്കിലും അതും ഞങ്ങൾ എന്താവില്ല, തകിടുതും ഇല്ല. എല്ലാം ഒരേപോലെ ആയിട്ട് ഞങ്ങൾ കാണേണ്ടെങ്കിൽ ഞങ്ങളെ പ്രവൃത്തിയിൽ ഇഖ്ലാസുണ്ട് അർത്ഥം. മനുഷ്യന്മാരാറെ പ്രശംസ നമുക്ക് ആവശ്യമില്ല. ഞങ്ങളെ ഏത് പ്രശസ്തിക്കായിട്ടും അല്ല, പെരുമകായിട്ടും അല്ല, എല്ലാം അഹോരാത്രി ആക്കണം. എല്ലാ പ്രവൃത്തിയും അള്ളാഹുവായിട്ട് അല്ലാണ്ടെങ്കിൽ അതെല്ലാം അതൊക്കെ ബലമില്ല, ശൂന്യ. അതെങ്കിൽ അവനെന്താ അവിടെ ആക്കിയവണു? സീറോ അവിടെ. അള്ളാഹു അല്ലാണ്ടേ അവന് സീറോ അവിടെ. പരിപൂർണ്ണ മോമിനാവുക അവനക്ക് ആവില്ല. മഹാന്മാരെല്ലാം ചെന്ന് വെച്ചാറില്ല. അതുകൊണ്ട് മനുഷ്യന്മാരുടെ സാന്നിധ്യത്തിലും മനുഷ്യന്മാർ എതിർലും ഒരേപോലെ, മനുഷ്യന്മാരില്ലാത്തപ്പോൾ ഒരേപോലെ. ഇബാദത്തിൽ ഒരു വ്യത്യാസമില്ല. മനുഷ്യന്മാരെന്നപ്പോൾ ഒരു വലിയ ഖ്വാജ നോക്കട്ടെ, അല്ലെങ്കിൽ വലിയ ആബിദൻ വിചാരിക്കാണ്ട് ചെയ്യുന്നത് ഭാരി ഇബാദത്ത്. മനുഷ്യന്മാരില്ലാത്തപ്പോൾ അതൊക്കെ ബലമേ ഇല്ല. അങ്ങനെ ഇല്ലെങ്കിൽ അള്ളാഹുടെ അത് നെഗ്ലക്റ്റ് ആക്കണം, അള്ളാഹുടെ നിസ്സാരാക്കണം. അതുകൊണ്ട് എല്ലാത്തോണ്ട് ഒരൊറ്റ പ്രവർത്തിക്കും അള്ളാഹു മുട്ട വിലയില്ല എന്ന് ഒരുപാട് മഹാന്മാർ ചെന്നാണ്. അതിൽ മഹാനായ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ജന്മിച്ചിട്ട്
അതുകൊണ്ട് ഒരൊറ്റ ഇബാദത്ത് അള്ളാഹു സ്വീകരിക്കില്ല. ചെന്നിക്കൊണ്ടതിൽ ഇഖ്ലാസില്ല. എല്ലാ പക്കവും അള്ളാഹുല്ല എന്നുള്ള വകയിൽ ജാഗ്രത ആക്കണം. മനുഷ്യന്മാർക്ക് മാത്രം ബല. അതുകൊണ്ട് എന്താവണം, ധാരാളം ഇൽമുന്നാഫിയ യാറായിട്ടിക്കണം. ഈ 90 സ്വർഗ മുട്ടായിട്ടിക്കണം സ്വർഗ. അതുകൊണ്ട് അള്ളാഹു ഫറലാക്കി എൽമു പഠിക്കും. തലബുൽ ഇൽമു ഫറീള അലാ കുല്ലി മുസ്ലിമിൻ മുസ്ലിമത്തിൻ. എല്ലാവരുടെ മേലും എൽമു പഠിക്കൽ, എല്ലാ ആണും പെണ്ണും എല്ലാവരുടെ മേലും എൽമു പഠിക്കൽ ഫറല്. ഇത്ര ഫറല് നിസ്കാരത്ത് പോകണം, ഫറല് കൊന്തിക്കണം. നിസ്കാര ബാത്തിലൂടെ 10 കാര്യം കൊന്തിക്കണം, നിസ്കാര ഷെർത്ത് കൊന്തിക്കണം. അതുപോലെ എല്ലാം ഓരോ പ്രവൃത്തി ആഗ്രഹങ്ങൾക്ക് എല്ലാതും ഫറലുണ്ട്, ഷെർത്തുണ്ട്, ബാത്തിലാടെ കാര്യമുണ്ട്, സുന്നത്ത് കൊണ്ട് എല്ലാം കൊന്തിന്നിട്ട് ആക്കിത്തെങ്കിൽ അള്ളാഹു വിട്ട സ്വീകാര്യോഗ്യമാണ്. അതുകൊണ്ട് പഠിച്ചവൻ നിൻ്റെ മഹദായ നീ പുറത്തപ്പെട്ട എല്ലാ മഹതിന്മാരെ പുറത്തും നല്ല പ്രവൃത്തി ഇഖ്ലാസുള്ള പ്രവൃത്തിയായി നീ സ്വീകരിക്കുക. അള്ളാഹ് അങ്ങനെ പ്രവൃത്തിയിൽ പഠിച്ചവൻ ഇബ്ലീസും അവൻ്റെ അനിയാകൾ എല്ലാവരും നീ കാത്തുരക്ഷിക്കുക. റഹ്മാനെ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് അഖീദ പ്രകാരം ജീവിക്കുന്ന സ്വാലിഹീങ്ങളെ കൂടുതലാക്കുക അല്ലാഹ്. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.